മാന്യമഹാജനങ്ങളെ, വ്യത്യസ്തവും പുതുമയുമുള്ള പരിപാടികളുമായി മീഡിയ വൺ നിങ്ങളിലേക്ക്. നിങ്ങളുടെ ഓരോ പ്രഭാതത്തിലും നിറയട്ടെ നേരിന്റെ വെളിച്ചം, വാർത്തയുടെ തെളിച്ചം. മാന്യമഹാജനങ്ങളെ, യാത്ര തുടരുകയാണ്. നമ്മൾ മണ്ഡലത്തിന്റെ പൾസ് അറിയുന്നതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ പ്രചാരണത്തിനായി എത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയ മുഖങ്ങൾ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് കാല അനുഭവങ്ങൾ കൂടി തേടി പോവുകയാണ്. നമുക്കൊപ്പം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ചേരുകയാണ്. ഒരു തികഞ്ഞ കായിക മത്സരത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ ഒരു ആവേശം നിലമ്പൂരിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഇതിൽ മറ്റൊന്നുമില്ല. കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നിലമ്പൂരിലെത്തും. അത് ഏത് പാർട്ടിയെന്നില്ല, ഏത് പാർട്ടിയായാലും അവരുടെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 വർഷമായിട്ടുള്ള ഭരണം, ആ ഭരണത്തെ ഇല്ലായ്മ ചെയ്യാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതാണ് അതിൽ ഒരു രാഷ്ട്രീയം. പക്ഷേ വികസന രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും ഇഷ്ടപ്പെടുന്നവർ ഈ ഗവൺമെൻറ് നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അത് ഏറെക്കുറെ ബോധ്യമായ ഒരു കാര്യം തന്നെയാണ്. അതാണ് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളരാൻ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ ആ ഭരണം പെർഫോം ചെയ്യാൻ ഈ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. പ്രചാരണ അവസാന ലാപ്പിലേക്ക് എത്തുന്ന ഒരു സമയമാണല്ലോ. ശക്തമായ ത്രികോണ മത്സരം എന്ന് പൊതുവെ പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടോ? ഇവിടെ ത്രികോണ മത്സരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ പ്രമുഖരായ 2 മുന്നണികൾ മത്സരിക്കുന്നു, അതൊരു വസ്തുതയാണ്. നിലമ്പൂരിൽ ഒരു ഫാക്ടറി അല്ല. നമുക്ക് ഞങ്ങളൊക്കെ തന്നെ മുൻപും പറഞ്ഞതാണ്, ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമായി നമ്മളിതിനെ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരുത്തി വെച്ചത് അൻവറാണ് എന്നാണ് പറയുന്നത്. ഈ 2 തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. കോൺഗ്രസും ഇതേപോലെ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വിജയിച്ച രാഹുൽ ഗാന്ധി രാജിവെച്ച് ജനങ്ങൾ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. അതിനുശേഷം ജനങ്ങളിലേക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ പഴയ MLA ഇളക്കി വിട്ടിട്ടുണ്ട്. ഇതിൽ 2ഉം ജനങ്ങൾ നിരപരാധികളാണ്. കഴിഞ്ഞ തവണ പാലക്കാട് ഇലക്ഷൻ്റെ ഒരു പീക്ക് ടൈമിലാണ് ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നത് മന്ത്രി പറയുന്നത്. വീണ്ടും ഒരു ഇലക്ഷൻ്റെ പീക്ക് ടൈമാണ്. മെസ്സി വരുന്ന മന്ത്രി ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ എപ്പോൾ വരുന്നു? വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിനെ കൂട്ടിക്കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇലക്ഷൻ കഴിയട്ടെ, അത് കൃത്യമായിട്ടുള്ള ആ പാലക്കാടിൻ്റെ സമയത്താണ് അഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നത്. അതിന് ശേഷമാണ് സ്പോൺസർ പണം കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്പോർട്സിന് ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുറക്കാൻ ആഗ്രഹിക്കുന്നു. നിലമ്പൂരിൽ മെസ്സി വേണ്ട. നിലമ്പൂരിൽ അത്തരത്തിലൊരു ചർച്ചയുടെ ആവശ്യമില്ല. ഇവിടെ രാഷ്ട്രീയം തന്നെ ധാരാളം പറയാനുണ്ട്. നമ്മൾ യാത്രക്കിടയിലാണ് കായിക മന്ത്രിയെ കണ്ടുമുട്ടിയത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാർ തുടരും. അതിൻ്റെ ഒരു സിമ്പൽ നിലമ്പൂരിൽ കാണാം. മെസ്സി വേണ്ട നിലമ്പൂരിൽ. മെസ്സിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലമ്പൂരിൽ വേണ്ട എന്നും കായിക മന്ത്രി പറയുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരും. ആളുകളെ കാണാനുണ്ട്, നേതാക്കളെ കാണാനുണ്ട്. പോകാം.